പത്തനംതിട്ട ജില്ലയിൽ അനുകൂല സാഹചര്യമെന്ന് LDF-ന്റെയും UDF-ന്റെയും പ്രതീക്ഷ. ആറന്മുളയിൽ അടക്കം ശക്തി പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് NDA. ജില്ലയിൽ കോന്നിയിലും അടൂരിലും ഒഴികെ 3 മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം ഉയർന്നു. 69.62 ആയിരുന്നു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട ജില്ലയിലെ വോട്ടിംഗ് ശതമാനം. ഇതിൽ വലിയ വർധനയുണ്ടായില്ലെങ്കിലും 70% മുകളിലേക്ക് പോയത് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് LDF-ഉം UDF-ഉം. ഭരണ തുടർച്ചയ്ക്ക് ജനം നൽകിയ അംഗീകാരമായി വോട്ടിംഗ് ശതമാനത്തിലെ വർധന ഇടത് ക്യാമ്പ് കാണുന്നു. കഴിഞ്ഞ തവണ ജില്ലയിലെ 5 സീറ്റുകളിലും വിജയിച്ച് LDF-നെ പുറത്താക്കാനുള്ള ജനവിധിയായി ഉയർന്ന പോളിംഗിനെ UDF ക്യാമ്പ് വിലയിരുത്തുന്നു. ഇന്നലെ ഉച്ചയോടെ തന്നെ ജില്ലയിലെ വോട്ടിംഗ് ശതമാനം 50% മുകളിലേക്ക് പോയിരുന്നു. 75-നും 80-നും ഇടയിൽ വോട്ടിംഗ് ശതമാനം ഉയരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 70.76% അവസാനിച്ചു. 5 നിയോജക മണ്ഡലങ്ങളിൽ 3 കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം ഉയർന്നു. റാന്നിയിൽ 65.95 ആയിരുന്നത് 68.99% ഉയർന്നു. തിരുവല്ലയിൽ 65.88% നിന്ന് ഇക്കുറി 69.47% കൂടി. കോന്നിയിൽ 73.83 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനം. ഇക്കുറി കോന്നിയിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു, 70.02%. 74.4 നിന്ന് അടൂരിലെ വോട്ടിംഗ് ശതമാനം 73.5% കുറഞ്ഞു. ഇവിടെയും ഏകദേശം 2% പോളിംഗ് കുറവ് രേഖപ്പെടുത്തി. ശക്തമായ ത്രികോണ മത്സരം നടന്ന ആറന്മുളയിൽ കഴിഞ്ഞ തവണത്തെക്കാൾ ഉയർന്ന പോളിംഗ് ആയിരുന്നു. 68.13% നിന്ന് 71.5% ആറന്മുളയിലെ വോട്ടിംഗ് എത്തി. തിരുവല്ലയിൽ LDF-ന് നേരിയ ആശങ്കയുണ്ടെങ്കിലും മറ്റ് 4 മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണി. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ആധിപത്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനുകൂലമായി എന്ന് UDF ക്യാമ്പ് വിലയിരുത്തുന്നു. കോന്നിയിലടക്കം വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് നേട്ടമായും UDF കരുതുന്നുണ്ട്. റാന്നിയിലും കോന്നിയിലും അടൂരിലും NDA മുന്നണി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നില്ല. തിരുവല്ലയിലും ആറന്മുളയിലും നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് NDA. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.